അറസ്റ്റിനൊരുങ്ങി പോലീസ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രമുഖ നടൻ ഉൾപ്പെടെ 5 പേരുടെ അറസ്റ്റിന് പോലീസ് മേധാവി അനുമതി നൽകി എന്ന് സൂചന. പ്രതികളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കൃത്യത വരുത്തുന്നതിന് സമയമെടുക്കും എന്നതിനാലാണ് അറസ്റ്റ് വൈകുന്നത് എന്നാണ് വിവരങ്ങൾ. പീഡന ദൃശ്യങ്ങൾ കണ്ടതോടെയാണ് കടുത്ത നടപടിയിലേക്ക് പോകാൻ അന്വേഷണ സംഘവും പോലീസ് മേധാവിയും തീരുമാനിച്ചത്. പ്രമുഖ നടൻ ഉൾപ്പെടെ 5 പേരുടെ അറസ്റ്റിനുള്ള സാധ്യതയാണ് അന്വേഷണ സംഘം പോലീസ് മേധാവിയെ അറിയിച്ചത്. കാവ്യ മാധവന്റെ അമ്മയോടൊപ്പം ദിലീപുമായി അടുത്ത ബന്ധമുള്ള യുവനടിയെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. ഇവരുൾപ്പെടെ 5 പേരോട് കൊച്ചി വിട്ടുപോകരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടതായാണ് സൂചന. അറസ്റ്റ് വേഗത്തിലാക്കാൻ സമ്മർദ്ദം ചെലുത്തരുതെന്ന് IG ജിനേന്ദ്ര കശ്യപ് പോലീസ് മേധാവിയോട് അഭ്യർത്ഥിച്ചിരുന്നു. ദിലീപും നാദിർഷായും മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. വലിയ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്നത്. 2 ദിവസത്തിനകം നിർണായക വഴിത്തിരിവുണ്ടാകുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും മാധ്യമങ്ങളോട് പറഞ്ഞു. ഗവൺമെന്റിന്റെ പക്ഷത്ത് ഇരയ്ക്ക് നീതി ലഭിക്കുക എന്നതിലാണ് ഞങ്ങൾക്ക് താല്പര്യം. അക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായി നടപടിയെടുക്കും. കൊല്ലം ബ്യൂറോയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അവലോകനത്തിനായി അന്വേഷണ സംഘത്തിന്റെ യോഗം ആലുവ പോലീസ് ക്ലബ്ബിൽ ചേരുകയാണ്. IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിലാണ് യോഗം. അതേസമയം മുഖ്യപ്രതി പൾസർ സുനി ജയിലിൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇതും അന്വേഷണത്തിൽ നിർണായകമാകും. വിവരങ്ങളുമായി ടോബി ജോൺസൺ. ടോബി, കഴിഞ്ഞ ഏതാണ്ട് 24 മണിക്കൂറിലധികമായി പ്രധാനപ്പെട്ട നടൻ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടി ഉള്ള നീക്കത്തിലാണ് പോലീസ് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ട് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിൽ ഇതാദ്യമായി, ഒരുപക്ഷെ വളരെ നിർണായകമായ കേസിന്റെ വഴിത്തിരിവുകൾ എത്തിയ ശേഷം ഇതാദ്യമായി ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ ഉന്നത യോഗം നടക്കുന്നു എന്നത് പ്രത്യേകമായ ഒരു നടപടിയല്ലേ? അറസ്റ്റിന് മുന്നോടിയായുള്ള ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള യോഗം എന്ന പ്രാധാന്യം ഇതിനുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും 2 ദിവസമായി DGP ലോക്നാഥ് ബെഹ്റ പറയുന്ന വാക്കുകൾ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഇന്നലെ അദ്ദേഹം പറഞ്ഞത് അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരവും അന്വേഷണ ഉദ്യോഗസ്ഥർക്കതാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്ക് 5 പേരെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു യോഗത്തെ നിർണായകമാക്കുന്നതും അതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഗൂഢാലോചന തെളിയിക്കേണ്ട നിർണായക തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത്. എല്ലാ തരത്തിലും, പ്രത്യേകിച്ചും ദിലീപിനെ പോലെയുള്ള പ്രമുഖ നടന്മാർ അവരുടെ പേരുകൾ ഇതിൽ ഉണ്ടായ സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് എല്ലാ വശങ്ങളും കൃത്യമായി കൊണ്ടുവന്ന ശേഷം മാത്രമേ, അല്ലെങ്കിൽ എല്ലാ കണ്ണികളും ഒരുമിച്ച് കൊണ്ടുവന്ന ശേഷം മാത്രമേ അന്വേഷണ സംഘത്തിന് ഒരു അറസ്റ്റ് എന്ന കാര്യത്തിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയൊരു താമസം ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തന്നെ ഫോൺ രേഖകളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതിൻ്റെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി. അതിൽ നിന്നാണ് പൾസർ സുനി ഒരാളെ വിളിക്കുകയും ആ വിളിച്ചയാൾ ദിലീപിൻ്റെ മാനേജറായിട്ടുള്ള അപ്പുണ്ണിയെ വിളിക്കുന്നു. അപ്പുണ്ണി ദിലീപിനെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഫോൺ വിളികൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു ധാരണ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ പൾസർ സുനിയും ജിൻസനും പറഞ്ഞ മൊഴികൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാക്കനാട് ജയിലിൽ വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ CCTV ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചു. അതിൽ നിന്നും പൾസർ സുനി പറയുന്ന ദിവസങ്ങൾ, അതായത് നാദിർഷയും ദിലീപിനെയും അടക്കം വിളിച്ചുവെന്ന് പൾസർ സുനി പറയുന്ന ദിവസം തന്നെ CCTVയിൽ ഇവരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. സെല്ലിലിരുന്ന് പൾസർ സുനി ഫോൺ ചെയ്യുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിശദമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക്, ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഫോറൻസിക് വിഭാഗത്തിന് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഫലം കൂടി വരാനുണ്ട്. ഒപ്പം തന്നെ ലക്ഷ്യയിൽ നിന്നും കണ്ടെടുത്ത CCTV ദൃശ്യങ്ങളുടെ പരിശോധന നടക്കുന്നുണ്ട്. അതും കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായൊരു ധാരണയിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിക്കുകയുള്ളൂ. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും, അതായത് DGPയിൽ നിന്ന് തന്നെ അറസ്റ്റിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒരു പാളിച്ചയും ഉണ്ടാകാതെ, ഒരു വീഴ്ചയും ഉണ്ടാകാതെ കൃത്യമായിട്ടുള്ള ഒരു ഈ ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ടിയാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിർണായകമായിട്ടുള്ള യോഗം. ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷേ ഇന്ന് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ കൂടുതൽ വിവരങ്ങൾ ടോബിയിൽ നിന്ന് നമുക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിൽ ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗം ചില നിർണായകമായ തീരുമാനങ്ങളിൽ എത്താനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. 5 പേരുടെ അറസ്റ്റ് വൈകാതെ ഉണ്ടാകും എന്ന് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളെയും അതുകൊണ്ട് തന്നെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ഇത് സംബന്ധിച്ച ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഉള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും തന്നെ. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്നോടൊപ്പം ഉള്ളത് റിട്ടയേർഡ് SP ശ്രീ T. ചന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്.
ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. പ്രമുഖ സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര ഈ ചർച്ചയിൽ തൊടുപുഴയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. പ്രശസ്ത സിനിമാ താരം ശ്രീമതി രഞ്ജിനി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു കൊച്ചിയിൽ നിന്ന്. നടി പ്രിയങ്കയെയും സംവിധായകൻ MA നിഷാദിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഈ ചർച്ചയിൽ. ശ്രീ ടി ചന്ദ്രൻ വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട് ഈ അന്വേഷണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ അന്വേഷണ ഘട്ടത്തിൽ അവരുടെ ഇടപെടലുകളെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സമ്മർദ്ദം കൊണ്ട് വേഗത്തിലാക്കണമെന്ന അഭിപ്രായം എന്നൊരു ഉദ്ദേശം ഈ ചർച്ചയ്ക്കില്ല. കാരണം അറസ്റ്റ് എന്തുകൊണ്ട് വൈകുന്നു എന്ന സാമാന്യ ജനത്തിൻ്റെ ആശങ്ക ആ നിലയ്ക്ക് നിലനിൽക്കില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പോലീസിന് വേണ്ട സാവകാശം അനുവദിക്കപ്പെടേണ്ടതാണ് എന്നതുകൊണ്ട്. അതേസമയം തന്നെ ഈ സംഭവത്തിൽ നിർണായകമായ ചില തെളിവുകൾ പോലീസിൻ്റെ കൈവശം ഉണ്ടാവുകയും ശക്തമായ ചില സാഹചര്യ തെളിവുകളിലേക്ക് ശാസ്ത്രീയമായ അന്വേഷണത്തിൻ്റെ പിൻബലത്തിൽ പോലീസ് ചെന്നെത്തുകയും ദിലീപിൻ്റെയും നാദിർ ഷായുടെയും അടക്കം ചിലരുടെ പ്രധാനപ്പെട്ട ആളുകളുടെ മൊഴികളിലുള്ള വൈരുദ്ധ്യവും ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള CCTV ദൃശ്യവും അതിനെല്ലാം പുറമെ നടിയെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പ്രധാന നടൻ ഉൾപ്പെടെയുള്ള 5 പേരുടെ അറസ്റ്റ് എന്നത് ഇനി വൈകാൻ സാധ്യതയുണ്ടോ? പോലീസിന് അറസ്റ്റ് എന്ന നടപടിയിലേക്ക് എത്താൻ പാകത്തിലുള്ള തെളിവുകൾ പോലീസിൻ്റെ കൈകളിൽ ശേഖരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ലേ? ഒരു വിളിപ്പാട് അകലെയാണോ വിലങ്ങ് നിൽക്കുന്നത്? എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ അന്വേഷണം ഇതിൽ സംശയിച്ചിരുന്ന പ്രതികളിലേക്ക് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് തക്കതായ കുറേ തെളിവുകൾ പോലീസ് ശേഖരിച്ചു എന്ന് വേണം നിങ്ങൾ പറയുന്ന വസ്തുതകളെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. എന്നിരുന്നാലും ഒരു കോൺസ്പിറസി പ്രൂവ് ചെയ്യുന്നതിന് വളരെ വ്യക്തമായ തെളിവ് വേണം. അതും ഒരു സാധാരണ പോലെയുള്ള മനുഷ്യനല്ല, ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളുടെ പേരിൽ ഒരു കോൺസ്പിറസി പ്രൂവ് ചെയ്യുന്നതിന് നല്ല ക്ലിഞ്ചിങ് ആയിട്ടുള്ള എവിഡൻസുകൾ വേണം. അപ്പോൾ അടുത്തെത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷേ വളരെ അകലെയുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നല്ല തെളിവുകൾ പ്രധാനപ്പെട്ട പ്രതികൾക്കെതിരായിട്ട് വ്യക്തമായ തെളിവുകൾ കിട്ടുന്നവരെ ചിലപ്പോൾ ഒരു പക്ഷം തേണ്ടാക്കാം. അതിനുവേണ്ടി സാധാരണ ജനങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവാം, ഇതിന് ഉടൻ തീരുമാനം ഉണ്ടാവാൻ. പക്ഷേ എടുക്കേണ്ട സമയമെടുത്ത് ഈ കേസ് കോടതിയിൽ ചെന്നാൽ ബന്ധപ്പെട്ട ആൾക്ക് ശിക്ഷ കിട്ടുന്ന തരത്തിലുള്ള തെളിവുകളുടെ ഫുൾ ശേഖരണം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് എടുത്തു ചാടുന്നതായിരിക്കും ശരിയെന്നാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതിലുള്ള ഉദ്യോഗസ്ഥന്മാരും എനിക്കറിയാം, അവരെല്ലാം വളരെ സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരിത് വിശദമായി പഠിച്ച് അതിൻ്റെ എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. എന്തായാലും പ്രതികളെ അങ്ങനെ സ്കോട്ട് ഫ്രീ ആയിട്ട് വിടത്തക്ക രീതിയിലുള്ള നടപടികളൊന്നും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ശ്രീ ടി ചന്ദ്രൻ, താങ്കൾ പറഞ്ഞതുപോലെ ഈ സാഹചര്യ തെളിവുകളൊക്കെയാണെങ്കിലും ഉന്നതർ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഗൂഢാലോചനാ സംഭവത്തിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ വേണമെങ്കിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ശക്തമായ തെളിവുകൾ പോലീസിന് ആവശ്യമാണ്, സംശയമില്ല. അതേസമയം തന്നെ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. ദിലീപ് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴിയും നാദിർ ഷാ നൽകിയ മൊഴിയിലെയും അവ്യക്തതകളും വൈരുദ്ധ്യവുമാണൊന്ന്. പൾസർ സുനിയെ കണ്ടിട്ടില്ല എന്ന് ദിലീപ് പറയുന്നു. അദ്ദേഹത്തിന് തന്നെ സിനിമാ ലൊക്കേഷനിൽ പൾസർ സുനി ഉണ്ട് എന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നു. പൾസർ സുനിയെ ബന്ധപ്പെട്ടിട്ടേ ഇല്ല എന്ന് ദിലീപ് പറയുന്നു. അപ്പുണ്ണിയുടെ ഫോൺ കോളിലേക്ക് വന്ന പൾസർ സുനിയുടെ ഫോൺ കോളുകൾക്ക് മറുപടി നൽകിയത് ദിലീപാണെന്ന് അപ്പുണ്ണിയുടെ മൊഴി നിലനിൽക്കുന്നു. നാദിർ ഷായ്ക്ക് ഇവരാരെയും അറിയില്ല എന്ന് പറയുന്നു. നാദിർ ഷായിലേക്കാണ് പൾസർ സുനി ജയിലിൽ കിടക്കുമ്പോൾ വിളിച്ചിട്ടുള്ള ആദ്യത്തെ 3 കോളുകളിൽ പ്രധാനപ്പെട്ട കോളുകൾ പോയിട്ടുള്ളത്. ഇനി ഞാനിതിൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന സഹതടവുകാരനായ ജിൻസൺ പറയുന്ന മൊഴിയാണ്. അത് ഏറെക്കുറെ വിശ്വസനീയമായ രീതിയിലേക്ക് മാറുന്നു. കാരണം ജിൻസൺ പറയുന്നത് ഫോൺ ചെയ്യുന്നത് കണ്ടു, അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം CCTV ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. ജിൻസൺ പറയുന്നു ഒരു സാധനം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ലക്ഷ്യയിൽ എന്ന് പറയുന്നു. അത് ശരിയാണെന്നുള്ള കാര്യങ്ങൾ തെളിയുന്നു. ദിലീപും നാദിർ ഷായുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സുനി പറഞ്ഞതായി ജിൻസൺ പറയുന്നു. അതും ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യ തെളിവുകൾ വരുന്നു. ഇനി ഇത് മാത്രമല്ല, മറ്റു ചില കച്ചവടവും ബന്ധങ്ങളുമുണ്ട് എന്ന് പറയുന്നു. അതും തെളിയിക്കപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നുണ്ട്. ജിൻസൺ എന്ന സഹതടവുകാരൻ്റെ ഈ മൊഴികളെല്ലാം
പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് ഇതുവരെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ അന്വേഷണ ഘട്ടത്തിൽ ജിൻസന്റെ മൊഴിയുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നാണ് താങ്കൾ പറയേണ്ടത്? ജിൻസന്റെ മൊഴിയുടെ സ്ഥാനം മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ പോലെ വൈരുദ്ധ്യങ്ങളും ഈ കാര്യങ്ങളും എല്ലാം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം പ്രൂവ് ചെയ്യും. അതിന് കണക്റ്റഡായിട്ടുള്ള കണക്റ്റിംഗ് ഡോക്യുമെൻറ്റ്സ്, അതായത് മെറ്റീരിയൽസ് കിട്ടുകയും മെറ്റീരിയൽ വിറ്റ്നസസിൻ്റെ മൊഴികൾ കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ നല്ല ക്ലിഞ്ചിങ് എവിഡൻസായി മാറും. പക്ഷേ ഇതെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ വിവരങ്ങളെല്ലാം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേസന്വേഷണം വളരെ അടുത്തെത്തിയിരിക്കുന്നു. പ്രതികളിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം എല്ലാം തെളിഞ്ഞു വരികയാണ്. എന്തായാലും നമ്മൾ കുറച്ചുകൂടി ക്ഷമിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ബൈജു കൊട്ടാരക്കര, നമുക്ക് ക്ഷമിക്കാം സർ, പക്ഷേ നമുക്ക് ഈ വിഷയത്തിൽ വ്യക്തത ആവശ്യവുമാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇപ്പോൾ പോലീസിന്റെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇതാ ഈ അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനകൾ വരുന്നു. അത് ഒരുപക്ഷെ ഇന്നലെ മുതൽ തന്നെ കേട്ടു തുടങ്ങിയതാണ്. ആ നിലയ്ക്കൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പോലീസിനെ സംബന്ധിച്ച് അക്കാര്യത്തിൽ വ്യക്തത ആവശ്യമാണ്, കൂടിയാലോചനകൾ ആവശ്യമാണ്. ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവർക്ക് പല കാര്യങ്ങളും പരിശോധിക്കുകയും പുനഃപരിശോധിക്കുകയും വേണ്ടിവരും. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ നടൻ ദിലീപും കാവ്യ മാധവനും അടക്കമുള്ളവർ ഈ കേസിലെ ഗൂഢാലോചന കുറ്റത്തിൽ കുടുങ്ങാൻ പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് ഗോപീഷൻ ഇതിനകത്തൊരു ഒരു കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി പേരെടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ ആ പേരുകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ പരാമർശിക്കപ്പെട്ട പേരുകൾ ചോദ്യം ചെയ്യലെത്തിയിട്ടുണ്ട്. ഇനി താങ്കൾ ഈ പറയുന്ന മാന്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അത് ആവശ്യമുണ്ടോ? അല്ല, അങ്ങനെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അത് തെളിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും ശരി അത് തെളിയിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും അവർ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്, അവർ ശിക്ഷ അനുഭവിക്കപ്പെടേണ്ടതാണ്. അത് സിനിമയിൽ നിന്ന് തന്നെ ഉള്ള ആളുകളാവുമ്പോൾ ഇതിൻ്റെ ശിക്ഷയുടെ കാഠിന്യം കൂട്ടണമെന്നാണ് നമ്മുടെ അഭിപ്രായം, ഒരു കാരണവശാലും കുറയ്ക്കണമെന്നല്ല. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഗോപീഷൻ ചോദിച്ച ഈ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഈ കേസിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി വരുന്ന സമയത്ത് പോലീസ് തെളിവുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു, സൂചനകൾ പോലീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് പേരെ ചോദ്യം ചെയ്യുന്നു. ഇതെല്ലാം നടന്നെങ്കിലും ഇതിനകത്ത് ഒന്ന് രണ്ട് ട്വിസ്റ്റുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ആ ട്വിസ്റ്റുകളാണ് അഡ്വക്കേറ്റ് ആളൂരും ഫെനി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റും. ഇവർ രണ്ടുപേരും എന്തിനാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നത്? ഈ ഫെനി ബാലകൃഷ്ണൻ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തി. അദ്ദേഹം ചില ട്വിസ്റ്റുകളായിരുന്നു ഉണ്ടാക്കി വെച്ചു. അതിനകത്ത് കെയർഫുള്ളായിട്ട് ഇരിക്കണമെന്നൊരു നടനോട് വിളിച്ചു പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. അത് എന്തിൻ്റെ ആവശ്യത്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഒന്നത്. രണ്ട്, അഡ്വക്കേറ്റ് ആളൂര് വന്നു. സുനി 300 രൂപ എനിക്ക് തരണം, എനിക്ക് ജയിലിലേക്ക് അയച്ചു തരണം എന്ന് കത്തെഴുതിയ സുനിക്ക് വേണ്ടിയിട്ട് ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന അഡ്വക്കേറ്റ് ആളൂരിവിടെ എത്തിയിരിക്കുന്നു. എന്തിന്? ഈ ഡ്രൈവറായ അല്ലെങ്കിൽ ഈ ക്രിമിനലായ പൾസർ സുനിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ. അതിനുവേണ്ടി കോടതിയിൽ കിടന്ന് മറ്റൊരു വക്കീലുമായിട്ട് കുഴപ്പങ്ങളുണ്ടാക്കുന്നു. എൻ്റെ ഒരു നിഗമനം ഞാൻ പറയട്ടെ, ഇവരെത്രയൊക്കെ തെളിവ് ശേഖരിച്ച് കോടതിയിൽ കേസ് കൊടുത്താലും എല്ലാവർക്കും അറിയാം പൾസർ സുനി എന്താണെങ്കിലും ഒരു ശിക്ഷ പൾസർ സുനിക്കായി കരുതി വെച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൾസർ സുനി ശിക്ഷിക്കപ്പെടും എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷേ ഈ ആളൂരിനെ പോലൊരാൾ വന്നത് ഒരു വിലപേശലിനാണ്, അല്ലെങ്കിൽ ഫെനി ബാലകൃഷ്ണനെ പോലുള്ള ആൾ വന്നത് ഒരു വിലപേശലിന് തന്നെയാണ്. അല്ലെങ്കിൽ ഈ 300 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത ഒരു പ്രതിക്ക് വേണ്ടി ബോംബെയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വരാനും ഒന്നും അറിയാതെ മാവേലിക്കരയിൽ ഇരുന്ന ഫെനി ബാലകൃഷ്ണൻ ഒരു വെളിപ്പെടുത്തലുമായിട്ട് ഇവിടെ വന്ന് വെളിപ്പെടുത്താനും ഈ കേസിനെ വഴിതിരിച്ചു വിടാനും ശ്രമിച്ചത് ആരാണോ ഈ കേസിൻ്റെ പിന്നിൽ ഗൂഢാലോചനയിലുള്ളത് അവരെ രക്ഷിക്കാനായിട്ട് സുനിയെ കൊണ്ട് മൊഴി മാറ്റി പറയിക്കുവാനോ അതിലൂടെ ഒരു വലിയ വിലപേശൽ നടത്തുവാനോ അല്ല എന്നുള്ള കാര്യം അനുമാനിക്കാൻ നമ്മളെക്കൊണ്ടുള്ള ആൾക്കാർക്ക് പറ്റുമോ? തീർച്ചയായും എൻ്റെ ബലമായ വിശ്വാസം ഒരു വലിയ തുകയ്ക്ക് വേണ്ടി ഇവരൊരു ഗൂഢാലോചന നടത്തുകയാണ്. ഇതിനകത്ത് ഈ വക്കീലന്മാർ രണ്ടുപേരോട് ചേർന്നിട്ട് ഈ കേസ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇത് ഈ യഥാർത്ഥ പ്രതികളെ, അതായത് ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടുള്ള പ്രതികളെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി മാറ്റി നിർത്തിയാൽ ഇനി ഇങ്ങനെയൊക്കെ ശ്രീ ബൈജു കൊട്ടാരക്കര താങ്കൾ പറയുന്ന പോലെ അങ്ങനെയെല്ലാം നമ്മൾ യുക്തിയുടെ വഴിയെ സഞ്ചരിച്ച് ഈ രീതിയിലുള്ള സംശയങ്ങളൊക്കെ വെച്ച് പുലർത്തിയാലും ഈ അന്വേഷണം പോലീസിന്റെ കയ്യിൽ അത് മറ്റൊരു വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിൽ നിന്നും പോലീസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് അത് ദിലീപിലേക്കും കാവ്യയിലേക്കും നാദിർ ഷായിലേക്കും കാവ്യയുടെ അമ്മയിലേക്കും ഒക്കെ ചെന്നെത്താൻ പാകത്തിലുള്ള സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ മറുഭാഗത്ത് കോടതിയിൽ വക്കീലിനെ പുതുതായി ഇറക്കി പുതിയ വാദങ്ങൾ അല്ലെങ്കിൽ പുതിയ രീതിയിൽ ചില
കഥകൾ അവതരിപ്പിച്ച് ഇതിന് ട്വിസ്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പോലീസ് അന്വേഷണത്തെ അതെങ്ങനെ ബാധിക്കാൻ പോകുന്നു? അല്ല, പോലീസ് അന്വേഷണത്തെ അത് ബാധിക്കരുത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പോലീസ് അന്വേഷണം ഇങ്ങനെയുള്ള കഥകളൊക്കെ കേട്ട് കഴിയുമ്പോൾ മാധ്യമങ്ങളൊക്കെ എടുത്ത് ചർച്ച ചെയ്യും. ഇന്ന് തന്നെ സുനി പറഞ്ഞു ഇതിൻ്റെ പിന്നിലെ വമ്പൻ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു, മീഡിയ വൺ വരെ റിപ്പോർട്ട് ചെയ്തു, അത് വമ്പൻ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പോലീസിന് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കാണെങ്കിലും പോലീസിനാണെങ്കിലും മാധ്യമങ്ങൾക്കാണെങ്കിലും ഒരു സംശയം തോന്നാം, ആരാണ് ഈ വമ്പൻ സ്രാവ്, ഇനി ഒന്ന് അന്വേഷിക്കാം എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ആ വഴിയെ പോലീസിനെയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒക്കെ വഴിതെറ്റിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഗോപികൃഷ്ണൻ ഞാൻ പറഞ്ഞത്. അല്ല, എന്റെ ചോദ്യം ശ്രീ ബൈജു കൊട്ടാരക്കരയോട്, ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഈ ഘട്ടം വളരെ നിർണായകമാണ്. പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന് വളരെ വ്യക്തമായി അറിയാം ആരൊക്കെയാണ് പ്രതികളെന്നുള്ളത്, വളരെ വ്യക്തമാണ്. പിന്നെ എന്തുകൊണ്ട് അറസ്റ്റ് വൈകുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അത് പോലീസിൻ്റെ തലപ്പത്തുള്ള തീരുമാനമായിരിക്കാം. രാഷ്ട്രീയ തീരുമാനങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരടങ്ങിയ ഒരു ആളുകളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ചില ക്ലാരിഫിക്കേഷൻസ് വേണ്ടി വന്നേക്കാം. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനിടയ്ക്കാണ് ഇങ്ങനത്തുള്ള ഈ ബാക്കിയുള്ള ഈ കാര്യങ്ങളോട് വന്നു ചേരുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കൈയകലത്തിൽ ഇതിൻ്റെ ഈ പ്രതികൾ എത്തിയിട്ടുണ്ട്. പ്രതികൾ ആരാണെങ്കിലും ശരി, ഇപ്പം ഈ പേര് ഉച്ചരിക്കപ്പെട്ട ആൾ തന്നെയാണോന്നൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും പോലീസിന് വളരെ കൃത്യമായിട്ട് അറിയാം ഇതിൽ ആരാണ് പ്രതി എന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിലെ കേരള പോലീസ് മണ്ടന്മാരാണെന്ന് നമ്മൾ വിശ്വസിക്കരുത്. കാരണം ഈ ജിൻസൺ എന്ന് പറഞ്ഞ വ്യക്തി പോലും എൻ്റെ അഭിപ്രായത്തിൽ അയാൾ പോലീസിൻ്റെ ഒരു ചാരനായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് അയാളെ സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ തെളിവുകൾ അങ്ങനെ ആ രീതിയിൽ ശേഖരിച്ചതാവാനാണ് വഴിയെന്നാണ് എൻ്റെ ബുദ്ധിക്ക് തോന്നുന്ന ഒരു മാർഗം. എനിക്ക് അതായിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. എന്താണെങ്കിലും ശരി, പോലീസിൻ്റെ കയ്യിൽ വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. അവർ ശേഖരിക്കേണ്ട തെളിവുകളെല്ലാം താങ്കൾ പറഞ്ഞത് ശരിയാണ് ശ്രീ ബൈജു കൊട്ടാരക്കര. കേരള പോലീസിന്റെ മിടുക്കിനെ സംബന്ധിച്ച് നമുക്ക് ആ അർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടതോ അല്ലെങ്കിൽ തർക്കിക്കേണ്ടതോ ആവശ്യമില്ല, സംശയത്തിന്റെ പോലും ആവശ്യമില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, രണ്ട് കാര്യങ്ങൾ, അതിലൊന്ന് ബൈജു കൊട്ടാരക്കര പറഞ്ഞതാണ്. പെട്ടെന്നുള്ള ചില പുതിയ ആളുകളുടെ രംഗപ്രവേശം, ഉദാഹരണത്തിന് ഫെനി ബാലകൃഷ്ണൻ ഇതിൽ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. രണ്ട്, ഈ കേസ് വാദിക്കാൻ ഏറ്റെടുത്തുകൊണ്ട് ആളൂർ നടത്തിയിട്ടുള്ള രംഗപ്രവേശം, ഇത് ഏതെങ്കിലും നിലയ്ക്ക് ഈ കേസിനെ വഴിതിരിച്ചു വിടാനാണെന്ന് താങ്കൾ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ സംശയിക്കുന്നുണ്ടോ? ഇന്ന് കോടതിയിൽ ടെനിയും അതോടൊപ്പം ആളൂരും തമ്മിലുണ്ടായ വാഗ്വാദം, അവിടെ ജഡ്ജിക്ക് ഇടപെടേണ്ടി വന്ന സാഹചര്യം. രണ്ടാമതായി, ഇപ്പോൾ റിമാൻഡ് കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായി പ്രതീക്ഷിച്ചിരുന്ന ഒരുപക്ഷേ ഈ കേസിൽ ഇത്രയധികം ചോദ്യം ചെയ്യലുകളും രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ള വിവരങ്ങളും മറ്റ് സാഹചര്യ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ള സൂചനകളുമൊക്കെ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായി പോലീസ് വീണ്ടും സുനിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല. അതിന്റെ അർത്ഥം പോലീസ് മറ്റെല്ലാ രീതിയിലും സജ്ജമായി കഴിഞ്ഞു എന്നാണോ? തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ വേറൊന്നും ഇപ്പം ചിന്തിക്കേണ്ട കാര്യമില്ല. ഒന്നാമത് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പോലീസിൻ്റെ എന്തൊക്കെ എവിഡൻസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ട്, വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതായിട്ടാണ് ഇപ്പം കാണുന്നത്. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ വേണം താനും. കാര്യം ഞാൻ ഇപ്പം മനസ്സിലാക്കിയത് കൃത്യമായിട്ട് തന്നെ നമ്മുടെ പോലീസ് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പം അങ്ങനെ കൃത്യമായിട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് വെച്ചാൽ സംശയലേശമന്യേ ഇത് കോടതിയിൽ നമ്മൾ തെളിയിക്കണം. അതിന് ഇതൊരു കോൺസ്പിറസിയാണ് ഇപ്പം അന്വേഷിക്കുന്നത്. നേരത്തെ പൾസർ സുനിയുടെ കാര്യത്തിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കോൺസ്പിറസി, ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളത്, അവരെ പറ്റിയുള്ള അന്വേഷണം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ ഭാഗത്തുനിന്നും അത് ഒരു ലിങ്ക് പോലും കണ്ണി വിടാതെ എല്ലാ കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസസ് ആണ് ഇപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെലിഫോൺ സംഭാഷണങ്ങൾ, കോൾ ഡീറ്റെയിൽസ്, പിന്നെ അതുപോലുള്ള CCTV ക്യാമറ ദൃശ്യങ്ങൾ, പിന്നെ റെക്കോർഡ് ചെയ്തതായിട്ടുള്ള ആ നടിയെ ആക്രമിച്ച സീൻസ്, ഇതെല്ലാം കൃത്യമായിട്ട് നോക്കുകയും അതിൻ്റെ ഓരോ സയൻറ്റിഫിക് എവിഡൻസും കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിച്ച് കംപ്ലീറ്റായിട്ട് അവർക്ക് ബോധ്യം വന്നതിന് ശേഷം മാത്രമാണ് അറസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം. ഇത് കറക്റ്റ് വേ ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ്. അതിപ്പോൾ സെലിബ്രിറ്റിയുടെ ആണെങ്കിലും
സാധാരണ പൗരൻ്റെതായ ആണെങ്കിലും അതുപോലെ തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനകത്ത് ഇപ്പോൾ മറ്റുള്ളവരുടെ മൊഴികളോ ഒന്നും അതിനെ സ്വാധീനിക്കാൻ തക്കതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം പൾസർ സുനിയെ ഈ ഘട്ടത്തിൽ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടാതിരുന്നത്? ഇപ്പോൾ ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ബാക്കി അദ്ദേഹത്തിൻ്റെ മൊഴികൾ ഇപ്പോൾ കിട്ടിയ തെളിവുകൾ വെച്ച് കോൺട്രഡിക്റ്റ് ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ അത് ചോദിക്കാതെ തന്നെ ഇവരെ ഈ കോൺസ്പിറസി നടത്തിയവരെ ബുക്ക് ചെയ്യാനായിട്ടുള്ള തെളിവുകൾ പോലീസിൻ്റെ കയ്യിൽ ഉണ്ടായി കാണും. അതെ, അതിൻ്റെ അർത്ഥം പോലീസ് ഏതാണ്ട് എല്ലാം സജ്ജമായി കഴിഞ്ഞുവെന്നാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി രഞ്ജിനി മേഡം, താങ്കൾ ഈ ചർച്ചയിൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ ഈ വിഷയത്തിൽ വലിയ പൊതുചർച്ചകൾ ഉണ്ടായിരുന്ന സമയത്ത് താരസംഘടനയായ അമ്മയിലെ ലിംഗനീതി നിഷേധത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ പ്രതികരിച്ച വ്യക്തിയാണ്. ഇവിടെ ഒരു പ്രമുഖ നടി എന്ന നിലയിലല്ല, കേരളത്തിലെ ഏത് സ്ത്രീക്കും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടത്തിൻ്റെ സൂചന എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിന് അവസരമുണ്ടാകാം എന്ന അപകടം നമ്മുടെ മുന്നിൽ കാട്ടിത്തന്നതാണ് ഈ പ്രമുഖ നടിക്ക് മേലുണ്ടായ അതിക്രമം. അത് കൈകാര്യം ചെയ്ത രീതിയിൽ, അത് പോലീസ് ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? പോലീസ് നല്ല രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ബൈജു കൊട്ടകര ചേരൻ പറഞ്ഞു, അതെല്ലാം ശരിയാ. ബിക്കോസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ എസ്പെഷ്യലി സെലിബ്രിറ്റീസ് അവർക്ക് ക്ലാരിറ്റി വേണം ആദ്യം. സോ ആ രീതിയിൽ നമ്മളുടെ കേരള പോലീസ് ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. അതൊന്ന്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ്, ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉള്ളത് സ്ത്രീ സുരക്ഷ. അത് നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ഇൻസിഡൻസ്, നടിയുടെ കാര്യം മാത്രമില്ല, ഈവൻ നോർമൽ സിറ്റിസൺ അവർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ നടീൻ്റെ കാര്യം വന്നപ്പോൾ അത് കൂടുതൽ ഫുള്ളി ഡിസ്കസ്ഡ് ആയിപ്പോയി. സോ അങ്ങനെ ഇരിക്കുമ്പോൾ വാട്ട് ആർ വി ഗോയിങ് ടു ഡു? ഇതാണ് എൻ്റെ ചോദ്യം. ബിക്കോസ് നമ്മൾ ഡൽഹിയിൽ നിർഭയാന് കണ്ടിട്ടുണ്ട്, അതുപോലെ ഇവിടെ സംഭവിക്കരുത്. ഇതാണ് നമ്മൾ എല്ലാവരും വി ഹാവ് ടു ടേക്ക് ഫേം നോട്ട് അബൌട്ട് ഇറ്റ്. കാര്യങ്ങൾ നടന്ന ശേഷം അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വി ഹാവ് ടു ടേക്ക് ദ പ്രിക്കോഷണറി മെഷേഴ്സ്. അത് ഇതുവരെ ഈ സ്റ്റേറ്റിൽ നടന്നിട്ടില്ല. നടക്കാൻ പോവാന് കുറേ ശ്രമിച്ചു, പക്ഷേ ഇപ്പോഴും ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ അത് അഡ്രസ് ചെയ്യണം. സോ അതാണ് എനിക്ക് ഫസ്റ്റ് തിങ് ഐ ഹാവ് ടു ടെൽ ദം. സെക്കൻഡ് തിങ് ഈസ്, അമ്മാന് ഒരു ഓർഗനൈസേഷനക്ക് ഞാൻ എതിരല്ല. ബിക്കോസ് ആസ് എൻ ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഒരു വോയിസ് റേസ് ചെയ്യാൻ ഒരു ഓർഗനൈസേഷനാണ്. നമ്മളുടെ വെൽഫെയർ, നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ എല്ലാം ജോലിയിലും HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ സിനിമ ഈസ് ഓൾസോ എൻ ഇൻഡസ്ട്രി, എ പ്രൊഫഷൻ. സോ ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഇങ്ങനത്തെ ഓർഗനൈസേഷനിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഗ്രീവൻസസ് അല്ലെങ്കിൽ എന്തെങ്കിലും വെൽഫെയർ അസോസിയേഷൻ അസോസിയേറ്റഡ് ഉള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ തന്നെ വന്ന് പറയണം. ടു ഹാവ് എ ഡിസ്പ്യൂട്ട് ഓർ സംതിങ്. അത് ഇവിടെ നമ്മൾ അമ്മാൻ്റെ ഓർഗനൈസേഷനിൽ എന്താ പറയുക, പ്രോഗ്രാംസോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചാരിറ്റബിൾ തിങ്സ്. സോ അത് മാത്രം പോരാ. ആക്ച്വലി ഇങ്ങനത്തെ സ്ത്രീ സുരക്ഷവും അതിനകത്ത് വേണം. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം നടന്നു, എന്താ ചെയ്തു? ഓൾറെഡി ഐ തിങ്ക് ഇപ്പോൾ ഒരു 3-4 months ആയി. എന്തെങ്കിലും പുതിയ ഇനീഷ്യേറ്റീവ് നടന്നിട്ടുണ്ടോ, എടുത്തിട്ടുണ്ടോ അവര്? ശ്രീമതി രഞ്ജിനി, ഇത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു നടിയുടെ മാത്രം കാര്യമായി കാണേണ്ടതല്ല. കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും, സാധാരണക്കാരായവർ സ്ത്രീകൾക്കും ഒക്കെ അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട്. അതിനുവേണ്ടി പൊതുസമൂഹത്തെ സജ്ജമാക്കേണ്ട ചുമതലയും നമുക്കുണ്ട്. ഇത് മറ്റ് ചില ഇപ്പോൾ ഈ പറയുന്ന ഇതിന് പിന്നിലൊരു ഗൂഢാലോചന, അത് സ്വന്തം തൊഴിലിടത്തിൽ സഹപ്രവർത്തകരായിരുന്നവരിൽ നിന്നാണ് ഉണ്ടായതെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, താങ്കളും ഒരു അഭിനേത്രിയാണല്ലോ, ഇത് ആ നിലയിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അമ്മ എന്ന സംഘടനയെ സംബന്ധിച്ച് അവർക്ക് പ്രാഥമികമായി അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം തന്നെ സിനിമ പോലെ ഒരു മേഖലയിൽ സ്ത്രീ പുരുഷ സമത്വവും ലിംഗനീതിയുമെല്ലാം ഉറപ്പാക്കപ്പെടേണ്ടുന്ന പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയായ ഒന്നിൽ പോലും സുരക്ഷിതത്വമില്ല സ്ത്രീകൾക്ക് എന്നതാണല്ലോ ഈ കേസിൻ്റെ ഈ വഴിത്തിരിവുകൾ. അതായത്
ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകരെ പലരെയും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഈ കേസിനെ താങ്കൾ കാണുന്നത്? ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം ഇവരെല്ലാം എൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇവരെല്ലാം എനിക്ക് ക്ലോസ്ലി എനിക്ക് നോൺ ചെയ്ത വ്യക്തികൾ മാത്രമല്ല, ഞാൻ അവരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ലീവ് ദാറ്റ് അസൈഡ്. ഇപ്പോൾ ആരും കൾപ്രിറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ആരും പ്രൊജക്ട് ചെയ്തിട്ടില്ല. സോ ലെറ്റ്സ് നോട്ട് കമൻറ്റ് അബൌട്ട് ഇറ്റ്. എനിക്ക് ശരിക്കും ഞാൻ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അമ്മയുടെ അസോസിയേഷൻ ഒരു എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ഒരു സ്ത്രീയെ കൂടെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പുറയില്. അവർക്ക് അവിടെ എന്താ ജോലി, അവരുടെ റോൾ എന്താ? ഇതാണ് എക്സിക്യൂട്ടീവ് മെമ്പറിന്റെ ജോലി. ഒരു കസര എടുത്തി അവർക്ക് ഒരു സംസാരിക്കാൻ ഒരു അവസരം അവർ തന്നിട്ടില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലേഡി ആർട്ടിസ്റ്റിന്റെ ഗ്രീവൻസസ് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഇതാണ് എന്റെ ചോദ്യം. ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ക്ലാരിഫൈ. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അത് സിനിമയിലെ മെയിൽ ഡോമിനൻസ് ഓഫ് കോഴ്സ് അവർ ഹീറോ, അവർ ഫൈറ്റ് ചെയ്യും, അവരെല്ലാം ചെയ്യും, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഒരു ഓർഗനൈസേഷൻ വരുമ്പോൾ എല്ലാവരും ഈക്വൽ ആണ്. അതിൽ മെയിൽ ഡോമിനൻസ് ഇരിക്കരുത്. ഓക്കെ, ഒരു 8 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് മെമ്പേഴ്സ് ലേഡീസ്ക്ക് കൊടുക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു ഈക്വാലിറ്റി ഇല്ലാതെ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെ നമുക്ക് ജസ്റ്റിഫിക്കേഷൻ കിട്ടും? ഓ നമുക്ക് നീതി എങ്ങനെ കിട്ടും? വെറോസ് തെലുഗു, തമിഴ്, കന്നഡ ഇങ്ങനത്തെ ഓർഗനൈസേഷനിലെ ഈക്വൽ ബാലൻസ് ഓഫ് ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് ആണ്. നമ്മളുടെ ഗ്രീവൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കോൺഫിഡൻഷ്യാലിറ്റിയിലാണ് അവരെല്ലാം ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ നടികർ സംഘം മീൻസ് സൗത്ത് ഇന്ത്യൻ ഫിലിം അസോസിയേഷൻ, ആർട്ടിസ്റ്റ് അസോസിയേഷനാ 1952 ഫോം ചെയ്ത ഒരു അസോസിയേഷൻ വിച്ച് ഇസ് ദ ഓൾഡസ്റ്റ് അസോസിയേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. അതിൽ ഇരുന്നാണ് ഇപ്പോ അമ്മ തെലുഗു ഇതെല്ലാം പിരിഞ്ഞു പോയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ അവിടെ എന്തെങ്കിലും ദേ ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. അവിടെ ഫേവറിറ്റിസം ഇല്ല, എല്ലാവരും ഈക്വലാണ്. ലേഡീസ് ഒരുപാട് അതിന് ഉണ്ട്. ആ രീതിയിൽ ഞാനും ഒരാൾ അവിടെ ഉണ്ട്. സോ ഐ നോ എന്തൊക്കെ അവർ അവിടെ ചെയ്യുന്നു. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർ എങ്ങനെ ഡീൽ ചെയ്യുന്നു, കൗൺസിലിംഗ് കൊടുക്കുന്നു, സൈക്കോളജിക്കൽ ഇഫക്ട്സ് എല്ലാം. ഞാനൊരു നിമിഷം താങ്കളിലേക്ക് വരാം. ശ്രീ ബൈജു കൊട്ടാരക്കര, താങ്കൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ആളൂരിന്റെയും ഫെനി ബാലകൃഷ്ണന്റെയും രംഗപ്രവേശം ഉണ്ടാക്കുന്ന സംശയങ്ങളെ കുറിച്ച്. താങ്കൾ നേരത്തെ പറഞ്ഞു പൾസർ സുനി ഇന്നിപ്പോൾ കോടതി വരാന്തയിൽ വെച്ച് നടത്തിയ വമ്പൻ സ്രാവുകൾക്കൊപ്പം നീന്തുകയാണ് എന്ന് പറഞ്ഞ ആ പ്രതികരണം. പിന്നെ അതിനു പുറമെ ഈ പറയുന്ന ഇപ്പോൾ സംശയത്തിന് നിഴലിൽ നിൽക്കുന്ന ഈ പ്രധാനപ്പെട്ട നടനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റ് ചില സംഭവങ്ങൾ, ഉദാഹരണത്തിന് സിനിമയുടെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പുതിയ സംഘടനയും അതിൻ്റെ വരവും, ഇപ്പോൾ അഭിനയിച്ചു തീർത്ത രാംലീല എന്ന പുതിയ സിനിമയുടെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ താങ്കൾ നേരത്തെ സംശയിച്ചതുപോലെ ഏതെങ്കിലും ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള പിന്നാമ്പുറ കളികൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് സംശയിക്കാൻ പാകത്തുള്ള എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ തന്നെ സംശയിക്കാൻ തക്ക ഉള്ളതാണ് ഗോപികൃഷ്ണൻ. അതായത് ഇപ്പോൾ ഈ പല കാര്യങ്ങളും ഈ വക്കീലന്മാർ വന്നത് മാത്രമല്ല, ഈ വരുന്ന കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ടെസ്റ്റുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ വൈകുന്നത്, ഇതെല്ലാം കൂടെ നമ്മൾ കോർത്തിണക്കി നമ്മൾ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്താൽ ഇതിൽ ആരാണോ ഈ ഗൂഢാലോചനയ്ക്ക് വേണ്ടി ചുക്കാൻ പിടിച്ചത്, അല്ലെങ്കിൽ ആരാണോ ഈ ഗൂഢാലോചനക്കാരൻ, ആ ഗൂഢാലോചനക്കാരൻ തീർച്ചയായും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള എല്ലാ പഴുതുകളും നോക്കുന്നുണ്ട്. ആ പഴുതുകൾ കുറച്ച് നാൾ മുമ്പ് മുതൽ തുടങ്ങിയതാണ് ഈ കാര്യങ്ങളെല്ലാം. അതിൻ്റെ ഒരു പരിസമാപ്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം അതിജീവിച്ച് കേരള പോലീസ് ഈ കേസ് തെളിയിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിലൊന്നും പോലീസിൻ്റെ തെളിവുകൾ ഇതിലൊന്നും മുങ്ങിപ്പോവും എന്ന് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനൊരു ഭരണാനുമതിയോ അല്ലെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ തലപ്പത്തുള്ള അനുമതിയോ ഒക്കെ വേണം എന്ന് പറഞ്ഞാണ് ഇപ്പം നീണ്ടു പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ന്യൂസുകൾ വരുന്നതാണ്. എനിക്ക് സത്യസന്ധമായ കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പോലീസിൻ്റെ കയ്യിൽ പക്ക എവിഡൻസ് ഉണ്ട്. ആ പോലീസ് ആ എവിഡൻസ് വെച്ച് ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രിയിലോ നാളെയോ ആയിട്ട് ഈ പ്രതികളെ തീർച്ചയായിട്ടും വെള്ളിത്തിരയ്ക്ക് മുമ്പിൽ കൊണ്ടുവരും. സ്ക്രീനിന് പിന്നിൽ നിന്ന് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ഈ പ്രതികൾ ആരാണെങ്കിലും ശരി ഇവരെ സ്ക്രീനിൽ കാണത്തക്ക രീതിയിൽ വെള്ളിത്തിരയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അത് അങ്ങനെ കൊണ്ടുവന്നാൽ
കേരള പോലീസിനും കേരള ഗവൺമെൻറ്റിനും അതൊരു പൊൻതൂവലായിരിക്കും. ഇനി മറിച്ചാണെങ്കിലോ ഇത് രണ്ടിലും വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറേണ്ടതായിട്ടും വരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ടി ചന്ദ്രൻ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാഹചര്യ തെളിവുകൾ ബലപ്പെട്ടതാകണം, തെളിവുകളായി തന്നെ പോലീസിന്റെ കൈവശം വേണം, പ്രമുഖർ ഉൾപ്പെട്ട ഗൂഢാലോചന കേസിൽ ഒരു അറസ്റ്റ് പോലെയുള്ള നടപടി ഉണ്ടാകാൻ. മതിയായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും, പ്രതികൾ എത്ര ഉന്നതരായാലും അറസ്റ്റ് ഉണ്ടാകും എന്നാണ് കഴിഞ്ഞ ദിവസം DGP പറഞ്ഞത്. ഇപ്പോൾ നമ്മൾക്ക് പുറത്തു വരുന്ന ഈ വിവരങ്ങളെ വിശ്വസിക്കാമെങ്കിൽ, പോലീസിന്റെ കൈവശം ഉണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ താങ്കൾക്കും അറിയാവുന്ന ഈ തെളിവുകൾ, ഈ സാഹചര്യ തെളിവുകളെല്ലാം വിശ്വസിക്കാമെങ്കിൽ അവയെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി രൂപമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ പോലീസിന് ഇനി അറസ്റ്റ് വൈകിപ്പിക്കാൻ മറ്റെന്തെങ്കിലും ന്യായമുണ്ടോ? ഇപ്പോൾ ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ, അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള, അതിന് മേൽനോട്ടം വഹിക്കുന്ന ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ നടക്കുന്ന ആ നിർണായക യോഗം അറസ്റ്റിന് മുന്നോടിയായിട്ടുള്ള യോഗമാണെന്ന് താങ്കൾ പറയും? അതെനിക്ക് പറയാൻ കഴിയില്ല. അറസ്റ്റിന് മുന്നോടിയായിട്ടുള്ള യോഗമാണെന്നോ, എവിഡൻസുകളെ അസസ് ചെയ്യുന്നതിനുള്ള യോഗമാണെന്നോ, ഇനി കൂടുതൽ തെളിവ് വല്ലതും ശേഖരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കാനുള്ള യോഗമാണെന്നോ ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല. ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ദ പോലീസ് ഐ തിങ്ക് ഈസ് സോ നിയർ. ബട്ട് ഒരു അബോർട്ടീവ് പ്രോസിക്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഫർദർ നല്ല തെളിവുകൾ എടുക്കണം. ആ തെളിവുകൾ കിട്ടാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ടായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിനകത്ത് ആര് ഇടയ്ക്ക് നിന്നാലും ആര് വിലങ്ങ് നിന്നാലും ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോക്ക് തടയാൻ കഴിയില്ല. ആളൂരല്ല ആര് വന്നാലും. അതല്ല, അങ്ങനെയുള്ള വക്കീലന്മാരുടെയൊക്കെ രംഗപ്രവേശം ഈ കേസിൽ ആരെ സഹായിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു അവർക്ക് കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടാണ് വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആരും നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല. കേസ് അന്വേഷണം വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോകും. തെളിവുകൾക്ക് എന്തെങ്കിലും കണക്ഷൻ ലിങ്കുകൾ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ അതുകൂടി ഉണ്ടാക്കട്ടെ. അതിനുള്ള സാവകാശം നമുക്ക് കൊടുക്കാം. എന്തായാലും ആളുകൾ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ വിട്ടുപോകുന്നില്ല. 2 ദിവസം വൈകിയാലും അത് നോക്കാനുള്ള കാര്യങ്ങളൊക്കെ പോലീസിനറിയാം. നമുക്കപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു ധൃതിയെ പറ്റി ബേജാറാവേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടേക്ക് ഡിസിഷൻ, തെളിവുകളുടെ അനുസരിച്ചിട്ടുള്ള ഒരു ഫൈനൽ കൺക്ലൂഷൻ അവർ വരുത്തട്ടെ, എന്നിട്ടൊരു നല്ല കേസായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായിരിക്കും നല്ലത്. ശരി, നടി പ്രിയങ്ക ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി പ്രിയങ്ക, ഇപ്പോൾ കാണുന്ന ഈ സാഹചര്യ തെളിവുകൾ എല്ലാം തന്നെ നടൻ ദിലീപിനും നാദിർ ഷായ്ക്കും ഒക്കെ എതിരാണ്. കാവ്യ മാധവനെയും അമ്മയെയും ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ, അപ്പുണ്ണി ഉൾപ്പെടെ 5 പേരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. സഹപ്രവർത്തകരായി നിന്നവർ ഉൾപ്പെടുന്ന ഒരു ഗൂഢാലോചന കേസ്, ഒരു സഹപ്രവർത്തകയ്ക്കുണ്ടായ ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമ്മളിപ്പം ഇതിപ്പോ നമ്മൾ മീഡിയ കൂടി എല്ലാം അറിയുന്നതാണ്. നമ്മൾ വളരെ ഞെട്ടലോട് കൂടിയാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നതും കാണുന്നതും. കാരണം നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ ഒരു കുഞ്ഞനീതിക്ക് വന്ന ഒരു പ്രശ്നം ഇത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞങ്ങളെ പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വളരെ എന്താ പറയാ സെൻസിറ്റീവായ ആൾക്കാരാണ്. കേട്ടിട്ട് ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇതെന്താണ് സംഭവിക്കണതെന്ന് പോലും. ഞങ്ങളെ ഇപ്പൊ ഞാൻ ഷൂട്ടിൽ പങ്കെടുക്കുകയാണ്. ആ പടത്തിന്റെ ലൊക്കേഷൻ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും സത്യമായിട്ട് ദുഃഖത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ്. ഇത് എന്താണ് ഇങ്ങനെ? എന്തായാലും പോലീസിന്റെ അന്വേഷണം വളരെ നന്നായിട്ട് രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോ അത് നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. കാരണം കുറ്റം ചെയ്ത് ആരായാലും നമുക്ക് ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല. അപ്പോ അതിനെല്ലാം ഞങ്ങളുടെ കുഞ്ഞനിക്ക് പറ്റി നാളെ ഞാനും ഒരു പെണ്ണാണ്, ഞങ്ങൾക്കും നാളെ വരാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയാണോ എന്താണോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങളിത് കേട്ടിട്ട് ഞങ്ങൾ ഇത് കാണുന്നതല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ല, ഇതിലിപ്പോൾ നമുക്ക് ആരെങ്കിലും അങ്ങനെ കുറ്റക്കാരായി കാണാൻ കഴിയില്ല, ആരെങ്കിലും പ്രതി ചേർത്ത് സംസാരിക്കാനും കഴിയില്ല. കാരണം പോലീസിന്റെ അന്വേഷണത്തിലുള്ളതാണ്. എങ്കിലും ഇത് ഇപ്പോൾ ഈ വരുന്ന വിവരങ്ങളൊക്കെ കാണുമ്പോൾ എത്രത്തോളം അവിശ്വസനീയതയുണ്ട്? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ ആരും വിചാരിച്ചാലും ഇത് പോയി അന്വേഷിക്കാനോ നമുക്ക് ആരുടെ കയ്യിൽ നിന്നും ആരാണ് ഇപ്പൊ നമ്മുടെ എഴുതി നിൽക്കുന്ന ആരൊക്കെയാണ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പോലീസ് തന്നെ ഇതിന് മുൻപിൽ ഇറങ്ങി ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇനി എന്താണ് നമുക്ക് അടുത്തത് എന്ന് നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഇപ്പോ വിശ്വസിക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലേക്കാണ് നമ്മളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി പ്രിയങ്ക, ഈ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ താങ്കളും പങ്കെടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രമേയം പാസ്സാക്കുകയോ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആ നടിക്ക് വേണ്ടി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നീതി ഉറപ്പാക്കാൻ പാകത്തിലുള്ള നടപടികളോ എടുക്കാൻ അമ്മ മുതിരാതിരുന്നതിന് കാരണം ഇപ്പോൾ സംശയത്തിന്റെ നിലനിൽ നിൽക്കുന്ന നടനോടുള്ള അനുഭാവമാണ് എന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ പ്രിയങ്ക? അങ്ങനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും
അമ്മ എന്ന് പറഞ്ഞ സംഘടന തുടങ്ങുമ്പോൾ തൊട്ട് ഇന്ന് വരെ ഒരു മീറ്റിംഗ് പോലും മുടങ്ങാതെയും എനിക്ക് എത്ര പോകേണ്ടതിലും ഞാൻ വന്നിട്ടുള്ള ആളാണ്. അമ്മയിൽ നിന്ന് ഞങ്ങൾ അവിടെ ഞാൻ ഉണ്ടായിരുന്നാണ് സാക്ഷിയായിട്ട്. അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ അനിയത്തിക്ക് പറ്റിയ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ആർക്ക് വേണമെങ്കിലും തുറന്നു ചോദിക്കാമെന്ന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു. ഞാൻ പറയട്ടെ, എന്താണ് നമ്മള് രണ്ടുപേരും ഞങ്ങൾക്ക് തുല്യരാണ്. അമ്മേനെ എനിക്കും അതുപോലെ തന്നെ നമ്മളെന്താ പറയാ, ഞങ്ങൾക്ക് ആ കുട്ടിയോടുള്ള വിഷമം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അമ്മ എന്നുള്ളൊരു സംഘടനയില് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോ അവർ ചെയ്യാൻ തയ്യാറാണ്. ഇന്നച്ചും പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന ആൾക്കാരാണ്. ശ്രീമതി പ്രിയങ്ക, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിഷയം നിങ്ങൾ അവിടെ ഉന്നയിച്ചില്ല? താങ്കൾക്ക് ഞാൻ പറയട്ടെ, നമ്മളും ഈ പറയുന്ന മാധ്യമക്കൂടി ഇതുകൂടെയൊക്കെ കേട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും മുന്നിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ഞാനും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു. ആരെങ്കിലും പറഞ്ഞൊരു ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ പുറത്തുനിന്ന് ഇതെങ്ങനെയാണെന്ന് ചോദിക്കണ്ട. നിങ്ങൾക്ക് എന്ത് സംശയം, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ പറയാം, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം എന്നൊക്കെ അവിടെ പറഞ്ഞിരുന്നു. ആരും കയറി എന്തുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ എന്തുകൊണ്ട് ചോദിച്ചില്ലെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് ഇതിന് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് ആ വിഷമം പോയിട്ടില്ല. ശ്രീമതി പ്രിയങ്ക, താങ്കൾ പറഞ്ഞു അമ്മയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്, അമ്മ എന്ന സംഘടനയ്ക്ക്. അതിപ്പോൾ ഈ രണ്ടുപേരും, ഈ പറയുന്ന പെൺകുട്ടിയും നടിയും അതുപോലെ തന്നെ ഇപ്പോൾ സംശയത്തിന് നിലനിൽക്കുന്ന നടനും, ഇനി ഈ ഗൂഢാലോചനയിലെ പങ്കാളിത്തം ആ നിലയ്ക്ക് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയില്ലല്ലോ. അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന മക്കൾക്ക് ഇപ്പൊ എന്താ അതിനകത്തുണ്ടെങ്കിലും അങ്ങനെ ആരും അമ്മയോട് യോജിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ കുറ്റം ചെയ്തത് ശിക്ഷ അനുഭവിക്കേണ്ട ഒരു കുറ്റമായതുകൊണ്ട് അമ്മയിൽ അപ്പോഴും ഇത് രണ്ടുപേരും തുല്യമെന്ന് ആരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ലല്ലോ നമ്മൾ അവിടെ സംസാരിക്കുന്നത്. ശരി ശ്രീമതി പ്രിയങ്ക, വളരെയധികം നന്ദി താങ്കൾ പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഇനിയിപ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ, നേരത്തെ ശ്രീ ചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ പോലീസിന് അങ്ങനെ ചാടിക്കേറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗൂഢാലോചന എന്ന കേസായതുകൊണ്ട് തന്നെ കേസായതുകൊണ്ടും മറുഭാഗത്ത് പ്രമുഖരായവർ ഇടപെട്ട് നിൽക്കുന്നത് കൊണ്ടും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു നടപടിയിലേക്ക് പോലീസിന് നീങ്ങാൻ കഴിയൂ. ഇനിയിപ്പോൾ മറുഭാഗത്ത് ചില വാർത്തകൾ, അത് സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകളാണ്. ദിലീപും നാദിർ ഷായും ഒക്കെ ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കപ്പെടാത്തതാണ്, ഞാൻ അടിവരയിടുന്നു. കാവ്യ മാധവനും അമ്മയും താമസ സ്ഥലത്തില്ല, അവരെ കാണാതായിരിക്കുകയാണ്, അവരെ പോലീസ് ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു എന്നതായിരുന്നു. അതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലാത്ത വാർത്ത തന്നെയാണ്, ഞാൻ അടിവരയിടുന്നു. ഇനി ഈ പറഞ്ഞതുപോലെ എല്ലാ ശക്തമായ തെളിവുകളും ശേഖരിച്ച് മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ എന്നെല്ലാം പറയുമ്പോൾ ഈ ശേഖരിക്കപ്പെടുന്ന തെളിവുകളെല്ലാം ഈ വാടകയ്ക്കെടുത്ത ഒരു പ്രതി എന്ന നിലയിൽ പൾസർ സുനി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ വമ്പൻ സ്രാവുകൾക്കൊപ്പം നീന്തുകയാണെന്ന് പറയുകൂടി ചെയ്തപ്പോൾ ഇത് കോടതിയിൽ എത്രത്തോളം നിലനിൽക്കാൻ കഴിയുന്ന സബ്സ്റ്റാൻഷ്യൽ എവിഡൻസുകളായി മാറും. ആ അർത്ഥത്തിൽ ശരിയായി കോടതിയിൽ നിയമപരമായ നടപടികൾക്ക് സാധൂകരണം നൽകാൻ പാകത്തിലുള്ള തെളിവുകളായി മാറ്റാൻ പോലീസിന് സാധിക്കുമോ ഈ ശാസ്ത്രീയ അന്വേഷണം വഴി? അതിനുള്ള കാത്തിരിപ്പാണോ ഇത്? അല്ല, ഇപ്പോൾ നമ്മൾ ആരും ഒരു തെളിവുകളും പോലീസ് ശേഖരിച്ചത് നമ്മളാരും കണ്ടിട്ടില്ല. അത് പരിശോധിക്കാനുള്ള അവസരം വന്നിട്ടില്ല. പോലീസിന് മാത്രമേ അത് കൃത്യമായിട്ട് ശേഖരിച്ച് ആ തെളിവുകൾ സംശയലേശമന്യേ കോടതിയിൽ ഹാജരാക്കി കോടതിയെ കൺവിൻസ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യുന്നതിന് പോലീസിന് മാത്രമേ കഴിയൂ. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. അത് തന്നെ ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നാമത് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഓരോ സ്റ്റേജസും ഇപ്പൊ ടി വിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ആ പോലീസിന്റെ ഓരോ സ്റ്റേജസുള്ള ഇൻവെസ്റ്റിഗേഷനും അങ്ങനെ പുറത്ത് പറയാൻ പറ്റുന്നതായിരുന്നില്ല. അത് കൃത്യമായിട്ട് പോലീസ് രഹസ്യമായി സൂക്ഷിച്ച് അത് എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. പിന്നെ പ്രതികളായിട്ട് വരാൻ സംശയമുള്ള ആൾക്കാർ ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്യും എന്ന് അയാൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അത് കോടതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പോലീസ് ഹാജരാക്കേണ്ടി വരും. കേസ് ഡയറീസും അവർ എടുത്തിട്ടുള്ള രേഖകളും സയൻറ്റിഫിക് എവിഡൻസും എല്ലാം ഹാജരാക്കും. അതിൻ്റെ ഒരു പ്രഥമ ദൃഷ്ടിയ ഒരു കുറ്റം ഉണ്ട് എന്ന് കണ്ടാൽ
പിന്നെ മുൻകൂർ ജാമ്യത്തിൻ്റെ ഒന്നും കാര്യമില്ല. അവരെ അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള ആ എവിഡൻസുകളിൽ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സെക്ഷൻ 27 അനുസരിച്ചുള്ള റിക്കവറി എന്തെങ്കിലും എഫക്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യണം. ഈ സെക്ഷൻ 10 അനുസരിച്ച്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ സെക്ഷൻ 10 അനുസരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ലിങ്കുകൾ, ആരൊക്കെയാണ് ഈ കോൺസ്പിറസിയിൽ ടേക്ക് പാർട്ട് ചെയ്തിട്ടുള്ളത്, അവരുടെ എല്ലാം ഓരോരോ റോളുകൾ, അതെല്ലാം കൃത്യമായിട്ട് ഇവരിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് മനസ്സിലാക്കിയെടുത്തിട്ട് അതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്തരുണത്തിൽ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ അവിടെയും ഇവിടെയും കേട്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ പോലീസിന് അവരുടെ കൃത്യമായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യട്ടെ. അത് കോടതിയിൽ വരുമ്പോൾ നമുക്ക് എന്താണ് അവർ കളക്ട് ചെയ്ത എവിഡൻസിന്റെ വെയിറ്റ് എന്താണ്, അത് എത്രത്തോളം ബോധ്യപ്പെടുത്താവുന്നതാണ് എന്ന് മനസ്സിലാക്കാം. ഞാൻ വരാം. ശ്രീമതി രഞ്ജിനി, താങ്കൾ നേരത്തെ പറഞ്ഞത് സ്ത്രീ സുരക്ഷ എന്നത് ഒരു സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സ്വാഭാവികമായി വേണ്ട വാട്ട് ടു ഡു നെക്സ്റ്റ് എന്ന ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഈ കേസിൽ തന്നെ, അതായത് ഉന്നതർ ഇടപെട്ടു എന്ന് സംശയിക്കപ്പെടുന്ന ഈ കേസിൽ തന്നെ പോലീസിന് ശരിയായ ദിശയിൽ അന്വേഷണം നടത്തി പ്രതികളെ കൈപ്പിടിയിലാക്കാൻ കഴിഞ്ഞാൽ, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ, താങ്കൾ പറഞ്ഞതുപോലെ സ്ത്രീ സുരക്ഷ എന്ന കാര്യത്തിൽ ഒരു പബ്ലിക് അവയർനെസ്സും ആ നിലയിൽ ഒരു കൾച്ചറൽ ചേഞ്ചും ഉണ്ടാക്കാൻ പാകത്തിൽ എങ്ങനെയാണ് ഈ കേസിൻ്റെ ശരിയായ അന്വേഷണം സഹായിക്കുക? എങ്ങനെയാണ് ഈ കേസിലെ ശരിയായ അന്വേഷണം ഈ പറയുന്ന സ്ത്രീ സുരക്ഷയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരാൻ പാകത്തിലുള്ളതാക്കി മാറ്റുക? ഇപ്പോൾ ഓൾറെഡി ഗവൺമെൻറ് നിലവിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതിൽ വൺ ഇസ് പിങ്ക് പോലീസ് പെട്രോൾ. പിന്നെ ഐ തിങ്ക് സം ഇനിഷ്യേറ്റീവ്സ് ആർ ഗോയിങ് ഓൺ. ഈ ആക്ച്വലി നിർഭയാണ് ആദ്യം നമ്മൾ നേരത്തെ ഉള്ള ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്ത ഒരു ഇതുണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്. അത് തന്നെ തിരിച്ച് അത് റിവൈവ് ചെയ്ത ഒരു കൊള്ളാമായിരുന്നു. ബിക്കോസ് ഓൾറെഡി അതിൽ ഇരിക്കുന്ന ടീം എല്ലാവരും വി ആർ വെൽ വേഴ്സ്ഡ്, വെൽ ട്രെയിൻഡ്. സോ അത് തന്നെ റിവൈവ് ചെയ്താൽ മതി. പാതി പ്രോബ്ലംസ് വിൽ ബി സോൾവ്ഡ്. അനദർ തിങ് ഈസ് ഈ സ്ത്രീ സുരക്ഷ ഇനി അവയർനെസ് കൊടുത്തിട്ട് കാര്യമില്ല. ഓൾറെഡി എല്ലാവർക്കും അറിയാം. എന്തോ ഒരു കേസ് ഇവിടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സൗമ്യ, ജിഷ, ഞാൻ വലിയ ലിസ്റ്റ് ഉണ്ട്. സ്റ്റിൽ നമുക്ക് സ്ത്രീ സുരക്ഷയെ കുറിച്ച് ഒരു സേഫ്റ്റി മെഷേഴ്സും എടുക്കാത്ത, ഒരു വെൽഫെയർ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നില്ല ആരും. സോ വി ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ് സീരിയസ്ലി. ഈവൻ ഈ നടീൻ്റെ ഇൻസിഡന്റ് നടന്നും കൂടെ ഇതുവരെ എല്ലാം സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ വാട്ട് ആർ വി ഗോയിങ് ടു ഡു? ചുമ്മാ വെറുതെ ഇങ്ങനെ ചർച്ചയിൽ ഇതെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. വി ഹാവ് ടു ആക്ട്. സെക്കൻഡ് തിങ്, ഇതുപോലെ തന്നെ ഓരോരോ ഓർഗനൈസേഷനിൽ യു ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ഇങ്ങനത്തെ ഒരു ഫീമെയിൽക്ക് വേണ്ടിയ ലോ. സേ ഫോർ എക്സാമ്പിൾ നേരത്തെ പ്രിയങ്ക പറഞ്ഞു അമ്മ, അങ്ങനെ എനിക്ക് അവരുടെ ഡിസ്കഷനിൽ ഈ സേഫ്റ്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ അത് ഇതുവരെ നിലവിൽ ഇല്ലാന്നാണ് എൻ്റെ അറിവ്. സോ ദേ ഹാവ് ടു ഇംപ്ലിമെന്റ് ദാറ്റ്. ഇത് ഇപ്പോൾ ഒരു പുതിയ ലേഡീസിൻ്റെ ഇത് വന്നിട്ടുണ്ട്, WCC. അതിൽ ഒരുപാട് ഫീമെയിൽ ആക്ടിവിസ്റ്റ് ഞാൻ അതിൽ കണ്ടു. അവർ എന്താ ഇതുവരെ ഒന്നും മിണ്ടാത്ത? ദാറ്റ് ഈസ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു അഡ്രസ് എസ് വെൽ. ചുമ്മാ വെറുതെ ഫെമിനിസ്റ്റ്, ഞാൻ ഒരുപാട് ഫെമിനിസ്റ്റ് ഈ ശബരിമല ഇഷ്യൂവിൽ ഞാൻ കണ്ടു TV-യിൽ. നമുക്ക് ഈക്വൽ റൈറ്റ്സ് വേണം അമ്പലത്തിൽ കയറാൻ. അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ വൈ ഈ കേസിൽ എന്തുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു? സോ ഇതാണ് ഫെമിനിസം. ഫെമിനിസം ഈസ് നോട്ട് ഫോർ ടെമ്പിൾ ഓർ പെറ്റി തിങ്സ്. ഇറ്റ്സ് ഓൺലി മെന്റ് ഫോർ സ്ത്രീ സുരക്ഷ, സേഫ്റ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ ടാക്കിൾ ചെയ്യാനാണ് ഫെമിനിസം ആവുന്നത്. ചുമ്മാ വെറുതെ പെറ്റി തിങ്സ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് ഐ റിയലി ഹേറ്റ് ദാറ്റ് ആക്ച്വലി. ആൻഡ് വൺ മോർ തിങ്, എൻ്റെ റിക്വസ്റ്റ് ഇസ് വട്ട് എവർ ഓർഗനൈസേഷൻ, അത് വർക്ക് പ്ലേസ് ആവട്ടെ, ഫിലിം ഇൻഡസ്ട്രി ആവട്ടെ, മ്യൂസിക് ഇൻഡസ്ട്രി ആവട്ടെ, എല്ലാവർക്കും ഒരു ഫീമെയിൽ റൈറ്റ്സ് വേണം. അത് മാത്രമല്ല എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറിൽ ആരെങ്കിലും ഒരു ഫീമെയിൽ ഇരുന്നാലേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, വുമൻ എംപവർമെന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി ആക്ടിവേറ്റഡ്.
ചുമ്മാ വെറുതെ വോയിസിലെയും ചുമ്മാ പേപ്പറിൽ എഴുതിയിട്ട് ഇരിക്കുന്നത് ഇസ് നോട്ട് എൻ ഇഷ്യൂ. യു ഹാവ് ടു ആക്ട്, യു ഹാവ് ടു ഇംപ്ലിമെന്റ് ദാറ്റ്. ശ്രീ ടി ചന്ദ്രൻ, പോലീസിന്റെ ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ് ശ്രീ ടി ചന്ദ്രൻ ഇത്തരമൊരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ ഈ ആലുവയിലെ പോലീസ് ക്ലബ്ബിൽ ചേരുന്ന ഈ നിർണായക യോഗത്തിന് ശേഷം അല്ലെങ്കിൽ അതടക്കം ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ വന്ന സൂചന അനുസരിച്ച് ഇപ്പോൾ പൾസർ സുനിയെ കസ്റ്റഡിയിൽ വാങ്ങാമായിരുന്നു, പോലീസ് അതിനുവേണ്ടി മുതിർന്നില്ല എന്ന് വെച്ചാൽ അത് വായിക്കാൻ കഴിയുക, ആവശ്യത്തിനുള്ള തെളിവുകൾ ഇനി സുനിയിൽ നിന്നൊന്നും കിട്ടാനില്ല, കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ആയി എന്നാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഇനിയുള്ള ഒരു റിട്ടയർഡ് SP എന്ന നിലയിലാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? താങ്കൾ പറഞ്ഞ പോലെയുള്ള തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ തെളിവുകളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടെ അസസ് ചെയ്യണം, ഒന്ന് വെയ് ചെയ്യണം, അത് കണക്റ്റഡ് ലിങ്കുകളുണ്ടോ എന്ന് നോക്കണം. അത് നോക്കേണ്ട താമസം തന്നെ അതിനകത്തുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് താമസമൊന്നുമില്ല. തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, തെളിവുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ പുതിയ തെളിവുകൾ അന്വേഷിച്ച് പോകേണ്ടിയും വരും. അതിനും ചിലപ്പോൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ മാർഗങ്ങൾ തേടേണ്ടി വരും. പൾസർ സുനിയെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ പൾസർ സുനിയെ ഏത് നിമിഷവും കസ്റ്റഡിയിൽ എടുക്കാവുന്ന ഒരു കേസ് പൾസർ സുനിയുടെ പേരിലുണ്ട്. ഒരു ടെലിഫോൺ കൈവശം വെച്ച് സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ വേണമെങ്കിൽ ഏത് നിമിഷവും പൾസർ സുനിയെ കസ്റ്റഡിയിൽ എടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ പോലീസ് എടുക്കും, ആവശ്യമില്ലെങ്കിൽ എടുക്കില്ല. ഉള്ള എവിഡൻസിൻ്റെ വെയിറ്റ് അനുസരിച്ചും ഉള്ള എവിഡൻസ് സഫിഷ്യൻറ്റ് ടു പ്രൈമ ഫേസി പ്രൂവ് എ ഗിൽറ്റ്, പ്രതികളെ എന്തായാലും അറസ്റ്റ് ചെയ്യും. പിന്നെ കൺവിക്ട് ചെയ്യാൻ പറ്റണമെന്നുള്ള തെളിവുകൾ കിട്ടണം എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ കുറച്ചും കൂടി ഡിലേ വരുന്നത്. അതുവരെ നമുക്ക് ക്ഷമിച്ചിരിക്കുക എന്നുള്ളതാണ് അതിൽ ശരി. വക്കീൽ പറഞ്ഞതുപോലെ വക്കീൽ അത് വളരെ വിശദമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഇനി ഇപ്പോൾ നിയമപരമായി ഇപ്പോൾ ഈ പറയുന്ന ഗൂഢാലോചനയുടെ ഭാഗമായി നിന്നു എന്ന് പോലീസ് സംശയിക്കുകയോ അല്ലെങ്കിൽ പോലീസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉന്നതരാണ് മറുഭാഗത്തുള്ളതെങ്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ അഭ്യൂഹങ്ങൾ ശരിയായി മാറുകയാണെങ്കിൽ അവരും നിയമപരിരക്ഷയ്ക്കും നിയമപരമായ ഒരു ഡിഫൻസിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. അതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ കഴിയുക? ഏതൊക്കെ നിലയ്ക്കാണ് ഈ സാധ്യതകളെ അവർ അന്വേഷിക്കുക? അല്ല, കുറ്റം ചെയ്തിട്ടുള്ളത് എത്ര ഉന്നതനായാലും അത് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ വേണം. അതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുശാസിക്കുന്നത്. അത് കൃത്യമായിട്ട് ചെയ്യേണ്ടത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. അത് കൃത്യമായിട്ട് ചെയ്യുക തന്നെ വേണം. അത് എല്ലാ കേസിലും കൃത്യമായിട്ട് ഇവിടെ നടന്നിരുന്നുവെങ്കിൽ ഇത്രയും കൂടുതൽ ക്രൈം ഉള്ള ഒരു സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറില്ലായിരുന്നു. അത് ഇപ്പം ഈ കേസിനകത്ത് എടുക്കുന്ന ശുഷ്കാന്തി, അത് ശുഷ്കാന്തിയാണോ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ പറ്റും. ഈ കോടതിയിൽ എവിഡൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ശുഷ്കാന്തിയായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ എല്ലാ കേസുകളും ചെയ്യുകയും അത് എത്ര ഉന്നതനായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും പ്രോസിക്യൂഷൻ ആയാലും ഇൻവെസ്റ്റിഗേഷൻ ആയാലും കൃത്യമായിട്ടുള്ള അവരുടെ ജോലി ഒരു ഉപേക്ഷയും കൂടാതെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിന് ശിക്ഷ കൊടുക്കാൻ പറ്റും. അതിന് ഈ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള നിയമപരിരക്ഷ എപ്പോഴും ഉണ്ടാവും. ആ നിയമപരിരക്ഷയിൽ അവർ എടുക്കും. അവർ അരയും തലയും മുറുക്കി ഇതിനെ എതിർക്കാനായിട്ട് വലിയ പ്രമുഖന്മാരായ വക്കീലന്മാരെ നിരത്തി അവർ ഇതെല്ലാം ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ ആ ഡിഫെൻഡ് ചെയ്യുന്നതിനെ എല്ലാം അതിജീവിച്ച് കൃത്യമായിട്ടുള്ള എവിഡൻസ് കോടതിയിൽ ഹാജരാക്കി നമ്മുടെ പോലീസ്, നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ കൂടാതെ നമ്മുടെ പ്രോസിക്യൂഷൻ നടത്തുന്ന കോടതിയിലെ അഭിഭാഷകരായാലും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് കോടതിയിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ശിക്ഷ ഉറപ്പായിരിക്കും. ശ്രീമതി രഞ്ജിനി, ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ആരെയും അങ്ങനെ പ്രതിയാണെന്ന് പറയാൻ പാകത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പേരുകളിൽ ആരെയും തന്നെ പാകത്തിലുള്ള ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. സാധാരണക്കാരെ സംബന്ധിച്ച് പോലീസിൻ്റെ കയ്യിൽ ഒരുപക്ഷെ അതിനാവശ്യമായ തെളിവുകൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ബലപ്പെട്ട സംശയം ഇവരുടെ മുകളിലുണ്ട്. ഇനി അറസ്റ്റ് ഉണ്ടാകാൻ പോകുമ്പോൾ പ്രധാനപ്പെട്ട നടൻ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങാൻ പോവുകയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പാകത്തിൽ ഉള്ള സംശയങ്ങൾ ബലപ്പെട്ടു കഴിഞ്ഞു. ഇനി അത് സത്യമായി വരികയാണെങ്കിൽ തൊഴിലിടത്തിലെ സ്ത്രീ സുരക്ഷ എന്നത് ഒരു പ്രധാന പ്രശ്നമായി ഉന്നയിക്കുന്ന താങ്കളെ പോലൊരാൾ, ഒരു അഭിനേത്രിക്ക് സഹപ്രവർത്തകരിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഇതുപോലെയുള്ള സംഭവങ്ങളിൽ ഏത് തരത്തിലാണ് താങ്കളുടെ ഒരു മാനസികാവസ്ഥ ഉള്ളത്?
ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ്? ഇപ്പോഴും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഐ മീൻ സ്റ്റിൽ എൻ്റെ ഹാർട്ടിൽ സ്റ്റിൽ ഈ 2 പേരും ദിലീപ് ആവട്ടെ നാദർഷ ആവട്ടെ ഇവർ സ്റ്റിൽ ഇന്നസെന്റ് ഇൻ മൈ ഐസ്. കാരണം നാദർഷ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരാണ് ഇവർ. സോ അത് കാരണം കൊണ്ട് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സോ സ്റ്റിൽ ഐ എം വിത്ത് ദം, ഐ എം സ്റ്റിൽ പ്രേയിങ് അവർ ഇരിക്കുന്നതിന്. കാരണം എനിക്ക് ഒരു സ്ലൈറ്റ് വേരിയേഷൻ കൂടി എൻ്റെ മൈൻഡിൽ വന്നിട്ടില്ല. സോ അത് കാരണം കൊണ്ട് ഐ എം നോട്ട് കമൻറ്റിങ് അബൌട്ട് ദാറ്റ്. എനിക്ക് വേണ്ടത് ഈ നമ്മളുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഹാവ് ടു ബി വെരി ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനി സംഭവിക്കരുത്. വി ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഫീമെയിൽ സേഫ്റ്റി. അത് മാത്രമല്ല ഇങ്ങനത്തെ ഒരുപാട് ടെക്നീഷ്യൻസ് അറിയാത്ത ആൾക്കാർ, പണ്ടത്തെ സിനിമയിൽ നമുക്ക് എല്ലാ ടെക്നീഷ്യൻസും അറിയാം. കാരണം ഓരോരു സെറ്റിൽ വരുമ്പോൾ അവർ സെയിം ആളുകൾ തന്നെ വരും, അവരുടെ അസിസ്റ്റൻസ് അടുത്ത പടത്തിലെ പ്രൊഡക്ഷൻ മാനേജർ ആയിരിക്കാം അങ്ങനെ. സോ നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ന്യൂ സിനിമയിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് NRIs വരുന്നുണ്ട്. സോ വി ഡോണ്ട് നോ ഹൂ ദേ ആർ. സോ അത് കാരണം കൊണ്ടാണ് എല്ലാം ഓർഗനൈസേഷൻ, അത് ഡയറക്ടേഴ്സ് ഗിൽഡ് ആവട്ടെ, പ്രൊഡ്യൂസേഴ്സ് ഗിൽഡ് ആവട്ടെ, ടെക്നീഷ്യൻസ് ഗിൽഡ് ആവട്ടെ, whatever it is, എല്ലാവരും ഷുഡ് ഹാവ് എ ഡേറ്റാബേസ് ഓഫ് ഓൾ ദ ടെക്നീഷ്യൻസ് ആൻഡ് ആർട്ടിസ്റ്റ്സ്. സോ വി ഹാവ് ടു എക്സ്ചേഞ്ച്. ഒരു പടം ചെയ്യുന്നെങ്കിൽ ഇത്ര ആർട്ടിസ്റ്റാണ്, അവർക്ക് എല്ലാം സെക്യൂരിറ്റി ചെക്കിൽ നിന്ന് പോലീസ് ചെക്ക് വരെ എല്ലാം ചെയ്തിട്ടാണ് കൊടുക്കണം ടു അമ്മ ഓർഗനൈസേഷൻ. സോ അവിടെ നിന്ന് നമുക്ക് ഒരു പിക്ചർ എടുക്കുമ്പോൾ ഐ മീൻ വി നോ ഇങ്ങനത്തെ പീപ്പിൾ ഹാവ് ബീൻ ഓൾറെഡി സ്ക്രീൻ ബൈ ദീസ് ഓർഗനൈസേഷൻ. അപ്പോൾ ആക്ട്രസസ് ലൈക്ക് മീ ഞങ്ങൾക്കെല്ലാം ഒരു പീസ് ഓഫ് മൈൻഡ് ആയിട്ട് അവിടെ പോയി സെറ്റിൽ പോയി വർക്ക് ചെയ്യാം. ഇതാണ് എനിക്ക് ഒരേ എന്താ പറയാ request from the organization. Right. And one more thing is നമ്മൾ എല്ലാവരും സിനിമ ആൾക്കാർ എല്ലാവരും we are close knit family ആണ്. So let's hope for the best. Right. ഏതായാലും ഇതിൽ കുറ്റക്കാരായവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകാൻ പാകത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കൂടിയാണ് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ടി ചന്ദ്രൻ, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീമതി രഞ്ജിനി, ശ്രീമതി പ്രിയങ്ക ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും പ്രതികരിച്ചു.